താൻ ആ ഫോണെടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് ഇങ്ങ് വരാൻ പറ. കുഞ്ഞുങ്ങളെ, അഞ്ഞൂറാൻ്റെ കുടുംബത്തിലെ ഈ 5 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ ഇരുത്താനാകും? ഇതാണ് എൻ്റെ ചോദ്യം. N ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാനാകുമെന്ന ചോദ്യത്തിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? n ഫാക്ടോറിയലാണ്. അപ്പോൾ ഈ 5 പേരെ എത്ര രീതിയിൽ ഇരുത്താമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 5 ഫാക്ടോറിയലിൻ്റെ വില കണ്ടുപിടിച്ച് വെച്ചാൽ മതി. എങ്ങനെയാണ് 5 ഫാക്ടോറിയലിൻ്റെ വില കാണുന്നത്? 1 മുതൽ 5 വരെയുള്ള എണ്ണൽ സംഖ്യകളെ ഗുണിച്ചെഴുതിയാൽ മതി. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5. എത്ര കിട്ടും അത്? 1 ഗുണം 2 ഗുണം 3 6ആണ്. 6 ഗുണം 4 24ആണ്. 24 ഗുണം 5 120 രീതിയിൽ അവരെ അറേഞ്ച് ചെയ്യാനാകും. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, അഞ്ഞൂറാൻ്റെ കുടുംബത്തിൽ ഈ 5 ആളുകളെ സർക്കുലാർ ഷേപ്പിൽ, വൃത്താകൃതിയിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാനാകും? ഒരു സർക്കുലാർ ടേബിളിന് ചുറ്റിനും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാനാകും? n ആളുകളെ സർക്കുലാർ ഷേപ്പിൽ എത്ര രീതിയിൽ ഇരുത്താനാകുമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചോദ്യം സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് സർക്കുലാർ ഷേപ്പിൻ്റെ കഥയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചു നോക്കുക. അത് n ഫാക്ടോറിയൽ അല്ല, n-1 ഫാക്ടോറിയലാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്ത് വരും? 5 -1 ഫാക്ടോറിയൽ. 5ൽ നിന്ന് 1 കുറച്ചാൽ 4 ഫാക്ടോറിയൽ എന്ന് കിട്ടും. 4 ഫാക്ടോറിയലിൻ്റെ വില എങ്ങനെ കാണാം? 1 ഗുണം 2 ഗുണം 3 ഗുണം 4. ക്ലിയർ ആയോ? അപ്പോൾ ആ 5 ആളുകളെ സർക്കുലാർ ഷേപ്പിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ 24 രീതിയിൽ അറേഞ്ച് ചെയ്യാനാകും. ഓക്കെ അല്ലേ?